ഈ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായി ഈ വകുപ്പുകളുടെ ഇൻ്റഗ്രേഷൻ സംബന്ധിച്ച ഒരു ചർച്ചയും നിർദ്ദേശങ്ങളും ഉണ്ടാകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ആ നിർദ്ദേശങ്ങൾ നമ്മുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്ലാനിംഗ് ബോർഡിൻ്റെ മെമ്പറുടെ മുമ്പിൽ നിങ്ങൾ ഈ 3 ഗ്രൂപ്പുകളായിട്ട് അവതരിപ്പിക്കണം. അത് അവർക്കൊരു ഫീഡ്ബാക്ക് ആയിരിക്കും. നമ്മുടെ ഫീൽഡിലുള്ള പ്രശ്നങ്ങൾ കൃത്യമായും അവരുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇന്ന് ആദ്യത്തെ സെഷനിൽ സാറ് 3 ഗ്രൂപ്പായിട്ട്, അതും എല്ലാ ഗ്രൂപ്പും ഒരു മൾട്ടി ഡിസിപ്ലിനറി ഗ്രൂപ്പാണ്. അതുകൊണ്ട് തന്നെ ഈ സെഷൻ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷനാണ്. നിങ്ങൾക്കെല്ലാം അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇൻ്റഗ്രേറ്റഡ് ആൻഡ് ഹോളിസ്റ്റിക് അപ്രോച്ചസിൻ്റെ പ്രാധാന്യം കൂടുതൽ പ്രസക്തമായി കൊണ്ടിരിക്കുന്ന സാഹചര്യമാണുള്ളത്. ഇതിനകത്ത് ഇപ്പോൾ പ്രത്യേകിച്ചും കോട്ടയം, ആലപ്പുഴ, വയനാട്, മലപ്പുറം, കോഴിക്കോട് പോലെയുള്ള ജില്ലകളിൽ ഏതാനും ആഴ്ചകൾക്കകം നേരിടാൻ പോകുന്ന ഒരു പ്രശ്നമാണ് ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പുതിയ പ്രശ്നങ്ങൾ. ഏതാണ്ട് 2018 ശേഷം ഇങ്ങോട്ട് കേരളത്തിൽ നമ്മൾ മുമ്പെങ്ങും അനുഭവിക്കാത്ത രീതിയിലുള്ള ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ചലഞ്ചസ് അപ്രതീക്ഷിതമായ രീതിയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും അതിനെ നേരിടേണ്ട ജില്ലാതല ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകളാണ് ഇവിടെ പങ്കെടുക്കുന്നത്. അതിന് നമ്മൾ വേണ്ടത്ര പ്രിപ്പയർഡ് ആണോ, നമ്മൾ നമ്മുടെ സാധ്യതകൾ ഉപയോഗിച്ച് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു ബ്രെയിൻ സ്റ്റോമിങ്ങിനാണ് ഈ സെഷൻ ഞാൻ അവതരിപ്പിക്കുന്നത്. അതിൽ പുതിയൊരു കൺസെപ്റ്റ് നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ക്ലൈമറ്റ് സ്മാർട്ട് അഗ്രികൾച്ചർ, ആൻ ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ച് ടു മാനേജിങ് ലാൻഡ്സ്കേപ്സ്. അതിൽ ക്രോപ്പ് ലാൻഡ്, ലൈഫ് സ്റ്റോക്ക്, ഫോറസ്റ്റ് ആൻഡ് ഫിഷറീസ്. ഇതിൽ ഫോറസ്റ്റ് ഒഴിച്ച് ബാക്കി എല്ലാവരും ഇവിടെ ഉണ്ട്. ദാറ്റ് അഡ്രസ് ദ ഇന്റർലിങ്ക്ഡ് ചലഞ്ചസ് ഓഫ് ഫുഡ് സെക്യൂരിറ്റി ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. വളരെ കൃത്യമായിട്ടും നമ്മൾ നേരിട്ട് അനുഭവിക്കാൻ പോകുന്ന, ഇനി ഒരുപക്ഷെ രൂക്ഷമാകാൻ പോകുന്ന ഒരു വിഷയമാണ്. അതിനുള്ള ഒരു പരിഹാരമാണ് ക്ലൈമറ്റ് സ്മാർട്ട് അഗ്രികൾച്ചർ. ഇതിനകത്ത് ഈ ഘടകങ്ങളെല്ലാം തന്നെ ഇന്റർലിങ്ക്ഡ് ചലഞ്ചസ് ആണുള്ളത്. ഇന്റർലിങ്ക്ഡ് ചലഞ്ചസ് ആണെങ്കിൽ അതിനുള്ള പരിഹാരവും ഇന്റർലിങ്ക്ഡ് ആയിരിക്കും. ഈ കാലഘട്ടത്തിൽ ഈ ഇന്റർലിങ്ക്ഡ് ആയിട്ടുള്ള പ്രശ്നം പരിഹരിക്കാൻ ചുമതലപ്പെട്ട ആളുകളാണ് നമ്മൾ. ഇത് 2019 ഫ്ലഡ് സംബന്ധിച്ചിട്ടുള്ള നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സിൻ്റെ അവരുടെ ഒരു പ്രസന്റേഷൻ എടുത്തതാണ്. 50 പേര് മരിച്ചു. കഴിഞ്ഞ 2019 ജൂലൈ സെപ്റ്റംബറിൽ 5300 പേരെ NDRFന് റീഡിപ്ലോയ് ചെയ്യേണ്ടി വന്നു. SDRFകളും ലോക്കൽ പോലീസും ഒക്കെ തന്നെ ഇതിന് വേണ്ടി ആക്ട് ചെയ്യാൻ വേണ്ടി പുറത്തു വന്നു. ആംഡ് ഫോഴ്സസിനെ ഉപയോഗിക്കേണ്ടി വന്നു. ഏതാണ്ട് 42,000 പേര് കേരളത്തിലും കർണാടകത്തിലും മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, മധ്യപ്രദേശ്, ഗുജറാത്ത് ഈ സംസ്ഥാനങ്ങളിലായിട്ട് അവരെ രക്ഷിക്കേണ്ടി വന്നു. ഈ പ്രശ്നം ഏതാനും ആഴ്ചകൾക്കകം വീണ്ടും ഉണ്ടായിക്കൂടാ എന്നില്ല. നമ്മളിപ്പം ഉണ്ടാകുന്ന മഴ തന്നെ, ഇപ്പം തിരുവനന്തപുരം ജില്ലയിൽ അടക്കം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മഴ തന്നെ ഏതാണ്ട് ക്ലൗഡ് ബേസ്ഡിൻ്റെ സ്വഭാവമുള്ള മഴകളാണ്. പെട്ടെന്ന് പ്രളയം ഉണ്ടാകുന്ന രീതിയിലുള്ള മഴകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം മുണ്ടക്കയിൽ നമ്മൾ അനുഭവിച്ചതാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു മഴ. ഈ പ്രശ്നം എപ്പോൾ വേണമെങ്കിലും നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാവാം, ഏത് സ്ഥലത്തും ഉണ്ടാകാം. അതിന് നമ്മൾ പ്രിപ്പയർഡ് ആണോ? നമ്മൾ ജില്ലാതലത്തിൽ ഇതിനുള്ളൊരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ടോ? ഈ ചോദ്യം നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ഇതിന് 2008 കേരള സ്റ്റേറ്റ് വാട്ടർ പോളിസി, ആ വാട്ടർ പോളിസി പറയുന്നത് we require to preparing a state level master plan for water resources development and also for formulating master plans for the major rivers of the state. നമ്മുടെ 40.52% സ്റ്റേറ്റിൻ്റെ 40.52% ഫ്ലഡ് പ്രോൺ ആണെന്ന് 2008 വാട്ടർ പോളിസിയിൽ പറയുന്നുണ്ട്. ഇതിനു മുമ്പ് ഇൻ്റഗ്രേറ്റഡ് വാട്ടർഷെഡ് മാനേജ്മെന്റ് എന്നൊരു കൺസെപ്റ്റ് ഏതാണ്ട് 2000 തൊട്ട് കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുകയും പിന്നീട് ഇൻ്റഗ്രേറ്റഡ് വാട്ടർഷെഡ് മാനേജ്മെന്റ് പ്ലാൻ ബ്ലോക്ക് ലെവലിൽ തയ്യാറാക്കപ്പെടുകയും അവിടെയൊക്കെ തന്നെ ഈ പറയുന്ന നമ്മളൊക്കെ കൈകാര്യം ചെയ്യുന്ന കൃഷി,
മൃഗസംരക്ഷണം, ഫിഷറീസ്, ഡയറി, അതോടൊപ്പം തന്നെ ഇറിഗേഷൻ അടക്കം ഒട്ടേറെ മേഖലകളുടെ ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ചിനെ പറ്റി വളരെ കൃത്യമായിട്ടുള്ള ചർച്ചകൾ ആരംഭിക്കുകയും ചെയ്തു. സ്വാഭാവികമായിട്ടും അത്തരമൊരു ഇൻ്റഗ്രേറ്റഡ് പ്ലാനിങ് ആവശ്യമുണ്ടെങ്കിൽ അതിനു വേണ്ടുന്ന കൃത്യമായ ഡാറ്റ വേണം, കൃത്യമായ ടൂൾസ് വേണം. ആ 2000-ൽ തന്നെ ഇതിന് പറ്റുന്നൊരു ടൂള് GIS എന്ന് പറയുന്നൊരു ടൂൾ ഉണ്ടായിരുന്നു. ഇവിടെ കേരളത്തിൽ ലാൻഡ് യൂസ് ബോർഡും വിവിധ ഏജൻസികളും ഇതിൽ ഉപയോഗിക്കാൻ തുടങ്ങിയിരുന്നു. ജിയോഗ്രാഫിക് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്ന ടൂള് കൃത്യമായും നമ്മുടെ പ്രദേശത്തെ ഡാറ്റ കളക്ട് ചെയ്യാനും ഇതൊന്നുമില്ലാതെ തന്നെ ഒട്ടേറെ പരീക്ഷണങ്ങൾ ഗ്രാമപ്രദേശങ്ങളിൽ അന്നും നടന്നിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം പാലക്കാട് ഒരു ഗ്രാമത്തിൽ ഒരു വർഷം മുഴുവൻ കിണറിലെ വെള്ളം ഈ ഒരു തൊട്ടി ഇറക്കുകയും അതിനകത്ത് എത്ര മീറ്റർ വെള്ളമുണ്ടെന്നുള്ളത് റെക്കോർഡ് ചെയ്യുകയും ഓരോ ആഴ്ചയും റെക്കോർഡ് ചെയ്യുകയും അതെല്ലാം വെച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ മഴയുടെ അളവും റെക്കോർഡ് ചെയ്തുകൊണ്ട് അവിടെ എപ്പോഴാണ് ജലക്ഷാമം ഉണ്ടാകാൻ പോകുന്നതെന്നും കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയുന്ന സിമ്പിളായിട്ടുള്ള സൊല്യൂഷൻസ് പല ഏജൻസികളും അന്നേ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ പ്രശ്നം വെച്ചാൽ 2018-ന് ശേഷം ഇങ്ങോട്ടുള്ളത് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ക്ലൗഡ് ബസ്റ്റ് പോലെയുള്ള അതിതീവ്ര മഴ. അന്നൊന്നും ആ പ്രശ്നമില്ലായിരുന്നു. അതിതീവ്ര മഴ നമ്മുടെയൊക്കെ ഇമാജിനേഷന് അപ്പുറത്തേക്ക് വലിയ ഡാമേജ് ഉണ്ടാക്കുന്നു. അത് നമ്മളൊരു റാപ്പിഡ് റെസ്പോൺസ് ടീം എന്ന രീതിയിൽ തന്നെ ഇടപെടേണ്ട രീതിയിലേക്ക് വരുന്നു. ഇതെല്ലാം നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ ഇത്ര ഇടപെടലുകളൊക്കെ നടന്നിട്ടും ഇപ്പോഴും 2018-ലെ ഫ്ലഡ് ഉണ്ടായി കഴിഞ്ഞപ്പോൾ അതിനെ നേരിടാൻ നമ്മൾ സജ്ജമായിരുന്നോ? നമ്മുടെ ഓരോ ജില്ലയും അതിന് സജ്ജമായിരുന്നോ എന്നുള്ളത് നമ്മൾ സ്വയം ചോദിക്കേണ്ട ചോദ്യമാണ്. കേരള ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി അതിനുശേഷം വളരെ സജീവമായി ഈ രംഗത്തേക്ക് വരികയുണ്ടായിട്ടുണ്ട്. It plays a crucial role in developing and implementing disaster management policies to minimize human property and environmental and livelihood losses ആണ് എൻ്റെ ലക്ഷ്യം. അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന ഒരു കാര്യം ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയും പറയുന്നത് ടു കോൺട്രിബ്യൂട്ട് ടു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ടും ഈ ക്ലൈമറ്റ് സ്മാർട്ട് അഗ്രികൾച്ചർ പോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. കേരള നീഡ്സ് ടു അസസ് ഇറ്റ്സ് സിവറേജ് നീഡ്സ് ആൻഡ് സ്റ്റാർട്ട് ഇൻഫ്രാസ്ട്രക്ചർ പ്ലാനിംഗ് അറ്റ് ആൾ ലെവൽസ്, എസ്പെഷ്യലി അറ്റ് ഡിസ്ട്രിക്ട് ആൻഡ് സബ് ഡിസ്ട്രിക്ട് ലെവൽസ്. ഇതാണ് നമ്മുടെ കേരളത്തിന് മുമ്പിലുള്ളൊരു ചലഞ്ച്. ഇതിൽ ഒരുപക്ഷെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റുകൾ മാത്രമല്ല, ഒട്ടേറെ മറ്റ് ഇറിഗേഷൻ ഉണ്ടാവാം, മേജറും മൈനർ ഇറിഗേഷൻ പദ്ധതികൾ ഉണ്ടാവാം, അതോടൊപ്പം തന്നെ ഈ ടൗൺ ആൻഡ് കൺട്രി പ്ലാനിംഗ് എന്ന് പറയുന്ന വകുപ്പിൻ്റെ ഇടപെടലുണ്ടാവാം. ഇത്തരം ഒട്ടേറെ ഏജൻസികൾ ഇൻ്റഗ്രേറ്റ് ചെയ്താണ് പ്രവർത്തിക്കേണ്ടത്. അങ്ങനെ പ്രവർത്തിച്ചാൽ മാത്രമേ ഈ ചലഞ്ചസിനെ നേരിടാൻ കഴിയത്തുള്ളൂ. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റും മുന്നോട്ട് വെക്കുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ലക്ഷ്യത്തിലേക്ക് നീങ്ങുക എന്നുള്ളതാണ്. ഇതിനകത്ത് ഇന്റഗ്രേഷൻ ഓഫ് ഡിസാസ്റ്റർ റിഡക്ഷൻ ഇൻ ടു ലോക്കൽ ഡെവലപ്മെന്റ് പോളിസീസ് ആൻഡ് പ്ലാൻസ്, ഇതാണ് നമ്മുടെ ചലഞ്ച്. ഇന്റഗ്രേഷൻ ഓഫ് ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ ഇൻ ടു ലോക്കൽ ഡെവലപ്മെന്റ് പോളിസീസ് ആൻഡ് പ്ലാൻസ്. ഈ പോളിസീസും പ്ലാൻസും ഉണ്ടാക്കുന്നത് നമ്മൾ താഴെത്തട്ടിലുള്ള നമ്മുടെ തൊട്ടു താഴെയുള്ള സബോർഡിനേറ്റ്സും പഞ്ചായത്ത് തലത്തിലും മുനിസിപ്പാലിറ്റി തലത്തിലും ഒക്കെ പ്രവർത്തിക്കുന്ന നമ്മുടെ സബോർഡിനേറ്റ്സും നമ്മളടക്കം അന്ന് ജില്ലാ തലത്തിൽ ലീഡർഷിപ്പ് കൊടുക്കുന്ന DPC അടക്കമുള്ള സംവിധാനവുമാണ് ഇത് ചെയ്യേണ്ടത്. സ്റ്റേറ്റ് ലെവലിൽ ഈ പറയുന്ന നമ്മുടെ ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന സംവിധാനവുമുണ്ട്. ഇതുമായിട്ട് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ലിങ്കേജ് ഉണ്ടോ എന്നുള്ള പ്രശ്നവും നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പം ഈ റിലീഫ് ക്യാമ്പ്സ് അടക്കം ഇപ്പം കുട്ടനാട് പോലെയുള്ള സ്ഥലങ്ങളിൽ ഈ ലൈഫ് സ്റ്റോക്കിനടക്കം റിലീഫ് ക്യാമ്പുകൾ കൊണ്ടുവരേണ്ട സ്ഥിതി ഒരുപക്ഷെ 2018-ലൊക്കെ ആണെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കം ഫോഡറും ഫീഡും അടക്കം എത്തിച്ചുകൊണ്ട് പിന്നെ ഇതിൻ്റെ ജീവൻ രക്ഷിക്കേണ്ട സാഹചര്യം അടക്കം. അപ്പം സ്റ്റോക്ക് പൈലിംഗ് ഓഫ് എസെൻഷ്യൽ സപ്ലൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യർക്ക് മാത്രമല്ല ഈ പറയുന്ന അതോടൊപ്പം തന്നെ ഈ ക്രോപ്പ് ലോസ് അടക്കമുള്ള കാര്യങ്ങൾ നേരിടേണ്ട കാര്യമടക്കം നമ്മുടെ മുമ്പിലേക്ക് എല്ലാ വർഷവും ആവർത്തിച്ച് വരുന്ന സാഹചര്യമാണ് ക്ലൈമറ്റ് ചേഞ്ച് മൂലം ഉണ്ടായിട്ടുള്ളത്. ഇന്ന് മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇൻ്റഗ്രേറ്റഡ് വാട്ടർഷെഡ് മാനേജ്മെൻറ്റ് പ്ലാൻ ഇതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 10-30 വർഷമായി. പക്ഷേ നമ്മൾ പ്രാദേശികമായി ഇത്തരത്തിലുള്ള മാസ്റ്റർ പ്ലാനുകൾ തയ്യാറാക്കുന്നതിൽ നമ്മുടെ വകുപ്പുകൾ തമ്മിൽ ഏകോപിപ്പിച്ച് പ്രവർത്തിക്കുന്നതിൽ ഇപ്പോഴും വേണ്ടത്ര മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം. അതിനകത്ത് ഹാർമണൈസിങ് എക്കണോമിക് ഡെവലപ്മെന്റ് വിത്ത് എൻവയോൺമെന്റൽ റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത് പ്രയോഗത്തിൽ കൊണ്ടുവരണമെങ്കിൽ പഞ്ചായത്ത് തലത്തിലുണ്ടാവുന്ന, മുനിസിപ്പാലിറ്റി തലത്തിലുണ്ടാവുന്ന, ബ്ലോക്ക് തലത്തിലുണ്ടാവുന്ന, ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രോജക്റ്റുകളടക്കം വളരെ കൃത്യമായി പ്ലാൻ ചെയ്യപ്പെട്ടാൽ മാത്രമേ ഈ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയത്തുള്ളൂ. അതിനൊട്ടേറെ നമ്മൾ തന്നെ സ്വയം എക്വിപ്പ് ചെയ്യേണ്ടതുണ്ട്, നമ്മൾ തന്നെ കൊളാബറേറ്റ് ചെയ്യേണ്ടതുണ്ട്.
ഇൻക്രീസിംഗ് പ്രൊഡക്ടിവിറ്റി ഓഫ് റിസോഴ്സ് യൂസ് ഇൻ സസ്റ്റൈനബിൾ മാനർ. ഇവിടെയും സസ്റ്റൈനബിൾ യൂസ് ഓഫ് റിസോഴ്സസ് എന്ന് പറയുന്ന ആശയം വീണ്ടും ഇൻ്റഗ്രേറ്റഡ് വാട്ടർഷെഡ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ എന്ന ആ കൺസെപ്റ്റ് വളരെ കൃത്യമായിട്ടും അതിൻ്റെ ഓരോ വാക്കുകളും വളരെ പ്രധാനപ്പെട്ടതാണ്. സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ റെപ്രസെൻറ്റ്സ് എ ഡിപ്പാർച്ചർ ഫ്രം കൺവെൻഷണൽ ഫാമിംഗ് പ്രാക്ടീസസ് ബൈ എംഫസൈസിങ് എ ഹോളിസ്റ്റിക് അപ്രോച്ച്. ഈ ഹോളിസ്റ്റിക് അപ്രോച്ച് എന്ന് പറയുന്നത് പോലെ എളുപ്പമല്ല. നല്ല രീതിയിൽ ഹോംവർക്ക് ചെയ്താലേ ഈ ഹോളിസ്റ്റിക് അപ്രോച്ചിലേക്ക് നമുക്ക് ചെല്ലാൻ വേണ്ടി കഴിയത്തുള്ളൂ. ദാറ്റ് ബാലൻസസ് പ്രൊഡക്ടിവിറ്റി വിത്ത് ഇക്കോളജിക്കൽ സ്റ്റുവാർഡ്ഷിപ്പ്. At its core, sustainable agriculture seeks to meet present-day food needs without compromising the ability of future generations. ഇവിടെ മറ്റൊരു കാര്യം കൂടി ഇതിനോടൊപ്പം സൂചിപ്പിക്കാനുള്ളത് ഫ്യൂച്ചർ ജനറേഷൻ്റെ മാത്രമല്ല, നമ്മുടെ ജനറേഷൻ്റെ അടക്കം ഫുഡ് സെക്യൂരിറ്റി എന്ന് പറയുന്നൊരു വിഷയമുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് വേൾഡ് വാർ നടക്കുന്ന സമയത്ത് ജപ്പാൻ ഒരു ഭാഗത്തും ലോകരാഷ്ട്രങ്ങളൊക്കെ എതിരായി നിൽക്കുന്ന ഒരു സമയത്ത് വലിയ തോതിൽ ജപ്പാൻ ഒറ്റപ്പെട്ടു പോവുകയും അറ്റോമിക് ബോംബിങ്ങിനടക്കം വിധേയമാവുകയും ചെയ്തു. അതിനെയൊക്കെ ജപ്പാൻ അതിജീവിച്ചതിനെ പറ്റിയുള്ള രണ്ട് കാരണങ്ങളാണ് ഉള്ളത്. ഒന്ന്, ജപ്പാനിൽ സജീവമായിട്ടുള്ള നാടക പ്രസ്ഥാനം ജനങ്ങളെ ആകെ ഒരുമിച്ച് നിർത്തുന്നതിന് വേണ്ടി സഹായിച്ചു എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, ലോകരാജ്യങ്ങളിൽ നിന്ന് ജപ്പാൻ എന്ന് പറയുന്ന രാജ്യം ഒറ്റപ്പെട്ട് നിൽക്കുമ്പോൾ പോലും അവിടുത്തെ മുഴുവൻ പോപ്പുലേഷനും ആവശ്യമായിട്ടുള്ള അരി ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷി ജപ്പാനുണ്ടായിരുന്നു. ആ ശേഷി ഇല്ലായിരുന്നെങ്കിൽ വലിയ പട്ടിണി മരണത്തിലേക്ക് ആ രാജ്യം പോയേനെ. അതുകൊണ്ട് തന്നെ ഇലക്ട്രോണിക്സ് മേഖലയിലടക്കം വലിയ മുന്നേറ്റം ഉണ്ടാകുമ്പോൾ പോലും നെൽകൃഷി സംരക്ഷിക്കാൻ വേണ്ടി വലിയ തോതിലുള്ള ജാഗ്രത ആ രാജ്യം ഇപ്പോഴും കാണിച്ചു വരുന്നുണ്ട്. നമ്മുടെ ഒരു സ്ഥിതി പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ കോവിഡ് ലോക്ക്ഡൗൺ ഉണ്ടായ സമയത്ത് ഈ വടക്കേ ഇന്ത്യയിൽ നിന്ന് FCI വഴിയുള്ള ഫുഡ് ഗ്രെയിൻ ട്രാൻസ്മിഷൻ കൃത്യമായും റേഷൻ കടകളിൽ വരെയുള്ള ആ ട്രാൻസ്പോർട്ട് ചെയിൻ അത് ഡിസ്റപ്റ്റായി പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കോവിഡ് നീണ്ടു നിന്നിരുന്നെങ്കിൽ കേരളത്തിൽ കിടക്കുന്ന മിക്കവാറും എല്ലാവരും പൂർണ്ണ പട്ടിണിയിലേക്ക് പോയേനെ. കാരണം നമ്മൾ കഴിക്കാനുള്ള അരി നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നില്ല. ആ കോവിഡ് വലിയ താമസമില്ലാതെ അതിൽ നമുക്ക് റിക്കവർ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു. പക്ഷേ അത് കുറച്ചുകൂടി നീണ്ടു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ, വടക്കേ ഇന്ത്യയിൽ നിന്ന് അരി വരാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ഫുഡ് സെക്യൂരിറ്റി എന്നുള്ളത് വളരെ മോശമാവുന്നൊരവസ്ഥയിലേക്ക് വരും. അതുകൊണ്ട് തന്നെ ഈ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ എന്ന് പറയുന്ന സങ്കല്പം അത് ശക്തിപ്പെടുത്തി നിലനിർത്തി കൊണ്ടുപോവുക എന്നുള്ളത് നമ്മുടെ ഫുഡ് സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട് ഭാവിയിലേക്കും വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വകുപ്പുകളുടെയൊക്കെ ഒരു മിഷൻ എന്ന് പറയുന്നത് വളരെ വലുതാണ്. കാരണം കേരളത്തിൽ അടക്കം ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ കാലാവസ്ഥാ വ്യതിയാനം മൂലം വലിയ തോതിൽ പ്രൊഡക്ഷൻ കുറഞ്ഞാലും ഇതേ പ്രശ്നം നമ്മൾ നേരിടാം. അതുകൊണ്ട് തന്നെ മിനിമം നമുക്ക് ജീവിച്ചു പോകാനുള്ള ഭക്ഷണമെങ്കിലും ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷി നമുക്ക് നിലനിർത്തി പോകേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇവിടെയും സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ എന്ന് പറയുന്ന അപ്രോച്ച് വളരെ പ്രധാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഏത് സസ്റ്റൈനബിൾ അപ്രോച്ചിനും ഈ ഇൻ്റഗ്രേറ്റഡ്, അതായത് വിവിധ മേഖലകളുടെ ഇൻ്റഗ്രേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ ഈ ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് കൺസെപ്റ്റ്, ഇതിൻ്റെ ഒട്ടേറെ ഡെഫിനിഷൻസ് ഉണ്ട്. ഞാൻ ഒരു നെറ്റിൽ നിന്ന് തന്നെ എടുത്തൊരു ഡെഫിനിഷനാണ്. ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് ഈസ് എ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ അപ്രോച്ച് that combines different farming components like livestock, crops, fish, poultry and trees to create a circular system where waste from one component becomes a resource for another, improving efficiency and resource utilization. ഇതിൻ്റെ കോറായിട്ടുള്ള പ്രിൻസിപ്പിൾ. ഇവിടെ ഇപ്പോൾ തൊട്ടടുത്ത കരമനയിലുള്ള റിസർച്ച് സ്റ്റേഷൻ RIRS പ്രധാനമായിട്ടും ഗവേഷണം നടത്തുന്നത് ഈ മേഖലയിലാണ്. ഇൻ്റഗ്രേറ്റഡ് ഫാമിങ്ങിൻ്റെ മേഖലയിലാണ് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ നമ്മുടെ പഞ്ചായത്തുകളിലും അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത് തലത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും അടക്കമുണ്ടാകുന്ന പ്രോജക്റ്റുകളെ ശരിക്കും ഇത്തരത്തിലുള്ള ഒരു കൺസെപ്റ്റിലേക്ക് കൊണ്ടുവരാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളത് ആലോചിക്കേണ്ടതും നടപ്പാക്കേണ്ടതുമായ ഉത്തരവാദിത്വം ഉള്ള സീനിയർ ലെവൽ ഓഫീസേഴ്സാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്. ഇവിടെ കുട്ടനാട് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന റൈസ് ആൻഡ് ഫിഷ് ഫാമിംഗ് മറ്റൊരു സസ്റ്റൈനബിൾ അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രാക്ടീസാണ്. മറ്റൊരു പുതിയ വിഷയം ആരോഗ്യവുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പം നമ്മൾ മനുഷ്യന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആൻറ്റിബയോട്ടിക്കുകൾ പലപ്പോഴും നമ്മൾ പലരെയും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയും ആൻറ്റിബയോട്ടിക്കുകൾ ഏൽക്കാതായി മരിച്ചു പോവുകയും ചെയ്യുന്ന ഒട്ടേറെ വാർത്തകൾ നമ്മൾ നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഹോസ്പിറ്റൽ ബോൺ ആയിട്ടുള്ള പല അസുഖങ്ങൾ മൂലവും
ചികിത്സിച്ചാൽ രോഗം ഭേദമാകാതെ മരിക്കുന്ന ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ് അടക്കം, അതോടൊപ്പം തന്നെ ഇപ്പം പുതുതായിട്ട് വരുന്ന പക്ഷിപ്പനി എന്ന് പറയുന്ന നമ്മൾ എല്ലാ വർഷവും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. ലക്ഷക്കണക്കിന് പക്ഷികളെ കൊന്നൊടുക്കിക്കൊണ്ട് പോകുന്ന അത്ര ഗുരുതരമാണ് അതിൻ്റെ വെല്ലുവിളി. പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പക്ഷികളിൽ നിന്ന് പക്ഷികളിലേക്ക് വളരെ പെട്ടെന്ന് പടരുന്ന ഈ രോഗത്തിന് എപ്പോഴെങ്കിലും ഒരു മ്യൂട്ടേഷൻ വഴി മനുഷ്യനിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരാനുള്ള ശേഷി വന്നാൽ നമ്മുടെ മുഴുവൻ ആശുപത്രി സംവിധാനവും വിചാരിച്ചാലും കൈകാര്യം ചെയ്യാത്തത്ര റെസ്പിറേറ്ററി ഇൻഫെക്ഷനുള്ള പേഷ്യൻസ് ഉണ്ടാവുകയും ആയിരക്കണക്കിന് ആളുകൾ കൂട്ടത്തോടെ മരണപ്പെടുകയും ചെയ്യുന്നൊരു സാഹചര്യം എപ്പോൾ വേണമെങ്കിലും സൃഷ്ടിക്കപ്പെടാമെന്നുള്ള ഗുരുതരമായ വെല്ലുവിളി നമ്മുടെ മുമ്പിൽ ഉള്ളതുകൊണ്ടാണ് ഈ ബേർഡ് ഫ്ലൂ എന്ന് പറയുന്നൊരു വിഷയം. ഇപ്പം നിപ്പ എന്ന് പറയുന്ന അതിൻ്റെ വിഷയം വന്നപ്പോഴും നമ്മൾ വളരെ കൃത്യമായിട്ടും ഇതിന് ഇത്തരത്തിലുള്ള ഈ വൺ ഹെൽത്ത് എന്ന അപ്രോച്ചിൻ്റെ ഇവിടെ എൻവയോൺമെൻറ്റ്, ഹ്യൂമൻ ഹെൽത്ത്, അനിമൽ ഹെൽത്ത്, ഇവിടെ എല്ലാം ഇടപെട്ടുകൊണ്ട് മാത്രമേ മനുഷ്യൻ്റെ ആരോഗ്യം സംരക്ഷിക്കാൻ കഴിയൂ എന്നുള്ള പ്രശ്നം നമ്മുടെ മുമ്പിലുണ്ട്. ഇവിടെയും ഒരു ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ച്, അത് ഏതെങ്കിലും ഒരു മേഖല മാത്രം വിചാരിച്ചാൽ, ആരോഗ്യ മേഖല മാത്രം വിചാരിച്ചാൽ ഈ പ്രശ്നം പിടിച്ചു കെട്ടാൻ കഴിയില്ല എന്നുള്ള സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്. കോവിഡും നമ്മൾ അതിജീവിച്ചതാണ്, നമ്മളെല്ലാവരും അതിജീവിച്ചതാണ്. ഈ ആൻറ്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇപ്പം ഒരു അകിട് വീക്കം വന്നു കഴിഞ്ഞാൽ ആൻറ്റിബയോട്ടിക് കൊടുക്കും. സ്വാഭാവികമായിട്ടും അതിൻ്റെ അംശം പാലിൽ ഇല്ലാതാകുന്നത് വരെ പാല് ഉപേക്ഷിക്കണമെന്നാണ് പറയുന്നത്. ഒരു ആൻറ്റിബയോട്ടിക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അനിമലിൻ്റെ എക്സ്ക്രീറ്റകളിൽ കൂടി ആൻറ്റിബയോട്ടിക്കിൻ്റെ അംശം പുറത്തേക്ക് വരും. സ്വാഭാവികമായിട്ടും അതിൻ്റെ ചാണകവും മൂത്രവും ഒക്കെ വളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന ഈ പറയുന്ന അനിമൽസിൽ മാത്രമല്ല, നമ്മൾ കഴിക്കുന്ന ഈ സസ്യ ഉൽപ്പന്നങ്ങളിലും ഈ ആൻറ്റിബയോട്ടിക്കിൻ്റെ റെസിഡ്യൂസ് വരാനുള്ള സാധ്യതയുണ്ട്. ഇതെല്ലാം നിലവിലുള്ള ആൻറ്റിബയോട്ടിക്കുകൾക്കെതിരെ റെസിസ്റ്റൻസ്, നമ്മുടെ ശരീരത്തിലുള്ള ബാക്ടീരിയയ്ക്ക് റെസിസ്റ്റൻസ് ഉണ്ടാക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുകയും ഇത് ഏതാനും ലിമിറ്റഡ് എണ്ണം ആൻറ്റിബയോട്ടിക്കുകൾ മാത്രമേ ലോകത്തിപ്പോൾ ഉപയോഗിക്കുന്നുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിനെല്ലാം റെസിസ്റ്റൻസ് ഉള്ള ബാക്ടീരിയകൾ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ജപ്പാൻ പോലെയുള്ള രാജ്യങ്ങളിൽ, ഇതിനൊക്കെ വലിയ കെയർ കൊടുക്കുന്ന രാജ്യങ്ങളിൽ പോലും ഹോസ്പിറ്റൽ ബോൺ ആയിട്ടുള്ള ഒട്ടേറെ മൾട്ടി ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ബാക്ടീരിയ മൂലമുള്ള മരണങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രധാനപ്പെട്ട മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികളിലൊക്കെ തന്നെ അഡ്മിറ്റായി പലരും മരണപ്പെടുന്നത് ഈ AMR മൂലമാണ് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. പക്ഷേ അതിൻ്റെ ഒരു ഗ്രാവിറ്റി കണ്ടുകൊണ്ടുള്ള ഒട്ടേറെ പ്രതിരോധ പരിപാടികളും ആരംഭിച്ചിട്ടുണ്ട്. അവിടെയും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമല്ല, മറ്റെല്ലാ വകുപ്പുകളും, ഇപ്പം ഡയറി ഡിപ്പാർട്ട്മെൻറ്റിന് വലിയ റോളുണ്ട് ഈ പാലിലുള്ള ആൻറ്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ്, പാലിൽ കൂടിയുള്ളത് തടയാൻ വേണ്ടി. കൃഷി വകുപ്പിന് ആ വലിയ ഉത്തരവാദിത്വമുണ്ട്. കാർഷിക ഉൽപ്പന്നങ്ങളിൽ കൂടി ഇത് മനുഷ്യരിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി. ഇത് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ്റെ സൈറ്റിലുള്ള ഒരു കാര്യമാണ്. മൈക്രോബയോളജിക്കൽ, ഇപ്പം അത് ക്യാരറ്റാണ് അത് കാണിച്ചിരിക്കുന്നത്. ഈ ക്യാരറ്റിൽ വേണ്ടി ഉപയോഗിക്കുന്ന ഈ അനിമൽ എക്സ്ക്രീറ്റ അടക്കമുള്ള, യൂറിൻ അടക്കമുള്ള കാര്യങ്ങൾ, അതിൽ കൂടെയും ഈ നമ്മൾ വെജിറ്റബിൾ മാത്രം കഴിച്ചാൽ ഒരു പ്രശ്നമില്ലാന്ന് തെറ്റിദ്ധരിക്കുന്നെങ്കിൽ അതിൽ കൂടിയും ആൻറ്റിമൈക്രോബിയൽസ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ബാക്ടീരിയ നമ്മുടെ ശരീരത്തേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാണിക്കപ്പെടുന്നത്. ഇവിടെ വൺ ഹെൽത്ത് എന്ന് പറയുന്ന ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ, OIE എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ, അതോടൊപ്പം തന്നെ WHO, ഇവരൊക്കെ മുന്നോട്ട് വെക്കുന്ന വൺ ഹെൽത്ത് എന്ന് പറയുന്ന അപ്രോച്ചിൽ ആരൊക്കെയാണ് ഇടപെടേണ്ടത് എന്നുള്ളതാണ് വട്ടത്തിൽ കാണിച്ചിരിക്കുന്നത്. വെറ്റിനറി മെഡിസിൻ, സുവോളജി, ഇക്കോളജി, ബോട്ടണി, എർത്ത് സയൻസ്, അഗ്രികൾച്ചർ, സോഷ്യൽ സയൻസസ്, ഹ്യൂമൻ മെഡിസിൻ, കമ്പാരറ്റീവ് മെഡിസിൻ, ഇത്രയും മേഖലകൾ ഇതുമല്ല ഇതിനപ്പുറത്തേക്കുമുണ്ട്. അപ്പം ഇത്രയും മേഖലകൾ, ഇനി ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ആയിട്ട് ബന്ധപ്പെട്ട ആളുകൾ അടക്കമുള്ള ആളുകൾ ആ മേഖലയിലൊക്കെ തന്നെ വലിയ ജാഗ്രത കാണിച്ചാൽ മാത്രമേ മനുഷ്യന്റെ നിലനിൽപ്പ് തന്നെ ഉറപ്പാക്കാൻ കഴിയൂ. എന്ന് വെച്ചാൽ ഈ പാൻഡമിക്കുകളൊക്കെ തന്നെ മനുഷ്യരാശിയെ ഒരു വലിയ ജിയോഗ്രാഫിക് ഏരിയയിൽ നിന്ന് പൂർണ്ണമായും തുടച്ചു നിർത്താൻ ശേഷിയുള്ള രീതിയിലേക്ക് മാറാനുള്ള പൊട്ടൻഷ്യൽ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ നിലനിൽക്കണമെങ്കിൽ ഈ വൺ ഹെൽത്ത് അപ്രോച്ചിലേക്ക് വരേണ്ടതുണ്ട്. ഞാൻ ഇവിടെയും പ്രശ്നമെന്ന് പറയുന്നത് ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ച് വേണം എന്നുള്ളതാണ്. ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള വിവിധ ഡിസിപ്ലിൻ്റെ, അതോടൊപ്പം തന്നെ വിവിധ വകുപ്പുകളുടെ കൃത്യമായ അപ്രോച്ച്, ഒരു ഇൻ്റഗ്രേഷൻ ഇവിടെ വേണം എന്നുള്ളതാണ്. കൃഷി വകുപ്പിൻ്റെ പ്രധാനപ്പെട്ടൊരു ഇതൊക്കെ ഈ കൺസെപ്റ്റൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ് പോഷക സമൃദ്ധി മിഷൻ. ഈ മലനാടിനും ഇടനാടിനും തീരപ്രദേശത്തിനും ആവശ്യമായിട്ടുള്ള സമീകൃത ഭക്ഷണ തളികയൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്ന കൺസെപ്റ്റും ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ്. കൃഷി, ആരോഗ്യം, സാമൂഹ്യക്ഷേമം, വിദ്യാഭ്യാസം, സഹകരണം, തദ്ദേശ സ്വയംഭരണം എന്നീ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ടാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. ഇത് ആരോഗ്യം ഉറപ്പുവരുത്താൻ, ക്യാൻസർ അടക്കമുള്ള രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള സേഫ് ഫുഡ് ഉറപ്പുവരുത്താൻ അടക്കം
ഉള്ള പദ്ധതിയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് വെക്കുന്നത്. ഇനി വാല്യൂ അഡീഷനുമായിട്ട് ബന്ധപ്പെട്ട വേൾഡ് ബാങ്കിൻ്റെ സഹായത്തോടു കൂടി ഈ സ്ഥാപനത്തിന് തൊട്ടപ്പുറത്ത് തന്നെ ഇതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ക്യാപ്കോ എന്ന് പറയുന്ന കമ്പനിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥാപിക്കപ്പെടാൻ പോവുകയാണ്. കേര എന്ന് പറയുന്ന വേൾഡ് ബാങ്ക് പദ്ധതിയുടെ ഭാഗമായി. അതിലും പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു മിഷൻ അവർ സൂചിപ്പിക്കുന്നത് കാപ്കോസ് ഓവറാർച്ചിങ് മിഷൻ ഈസ് ടു പ്ലേ എ ലീഡിംഗ് റോൾ ഇൻ ഷേപ്പിംഗ് എ സസ്റ്റൈനബിൾ അഗ്രികൾച്ചറൽ സിസ്റ്റം ദാറ്റ് എൻഷുവേഴ്സ് ബെറ്റർ ഇൻകം ആൻഡ് ബെറ്റർ ലിവിംഗ് കണ്ടീഷൻസ് ഫോർ ഫാർമേഴ്സ്. ഇവിടെയും സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നത് വലിയ പ്രാധാന്യം ഈ കാപ്കോ എന്ന് പറയുന്ന കേരള അഗ്രോ ബിസിനസ് കമ്പനി മുന്നോട്ട് വെക്കുന്നുണ്ട്. മറ്റൊരു അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് തന്നെ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയമാണ് ഫാം പ്ലാൻ ബേസ്ഡ് പ്രൊഡക്ഷൻ പ്രോഗ്രാം. കേരളത്തിലെ നമ്മുടെ ഹോം സ്റ്റേ ഫാമിംഗ് എന്ന് പറയുന്ന കൃഷി, അതോടൊപ്പം തന്നെ മൃഗസംരക്ഷണവും ഒക്കെ തന്നെ, അതോടൊപ്പം തന്നെ മൾട്ടി ലെവൽ ഫാമിംഗ് അടക്കമുള്ള കൺസെപ്റ്റുകൾ മുന്നോട്ട് വെക്കുന്ന, അത് വളരെ പരമ്പരാഗതമായിട്ട് നമ്മുടെ കൃഷിഭൂമികളിൽ നമ്മൾ പിന്നീടാണ് മോണോക്രോപ്പിങ്ങിലേക്ക് മാറുന്നത്. അതുവരെ മൾട്ടി ക്രോപ്പിംഗ്, അതോടൊപ്പം തന്നെ മൾട്ടി ലെവൽ ക്രോപ്പിംഗ് ഒക്കെ തന്നെ നമ്മുടെ പറമ്പുകളിൽ പരമ്പരാഗതമായിട്ടുണ്ടായിരുന്നു. ഈ ഹോം സ്റ്റേ ഫാമിങ്ങിനെ പറ്റിയുള്ള ഒട്ടേറെ ഗവേഷണങ്ങളും ഇപ്പോൾ നടന്നു വരുന്നുണ്ട്. നമ്മുടെ കേരളത്തിൻ്റെ തനതായിട്ടുള്ള ഒരു പ്രത്യേകതയാണ്. ഇവിടെയും ഈ സമാനമായിട്ടുള്ള ഈ ഒരു ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ച് കൊണ്ടുവരാൻ വേണ്ടി ഫാം പ്ലാൻ ബേസ്ഡ് പ്രൊഡക്ഷൻ പ്രോഗ്രാമിലേക്ക് പോകണമെന്ന് കൃഷി വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. ഇതിലും പറയുന്നത് ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് സിസ്റ്റം ബേസ്ഡ് മോഡലാണ്. ക്രോപ്പിംഗ് സിസ്റ്റം ബേസ്ഡ് ഓൺ കോക്കനട്ട്, സ്പൈസസ്, വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് സിസ്റ്റവും a suitable mix of crops and or livestock and fisheries as per farm plan. Suitable schemes of LSTD will also be merged with the state scheme in order to bring comprehensive development of farm. ഈ കൺസെപ്റ്റും ഈ വിവിധ വകുപ്പുകളുടെ കൃത്യമായ ഇൻ്റഗ്രേഷൻ ആവശ്യപ്പെടുന്നതാണ്. ഇതെല്ലാമാണ് നമ്മുടെ റിക്വയർമെന്റ്. ഈ റിക്വയർമെന്റിലേക്ക് എത്താൻ എന്തൊക്കെ ചെയ്യാൻ കഴിയും, എന്തൊക്കെയാണ് ചലഞ്ചസ്, പ്രായോഗികമായി നമ്മൾ ഇതൊക്കെ പേപ്പറിൽ ഉണ്ടെങ്കിലും പ്രയോഗത്തിൽ കൊണ്ടുവരുന്നതിൽ ഒട്ടേറെ പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ട് എന്നുള്ളതാണ് പ്രശ്നം. അത്തരത്തിലുള്ളൊരു പ്രശ്നത്തിൽ പ്രായോഗികമായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുകയും ചലഞ്ചസ് എന്തൊക്കെയാണെന്ന് ലിസ്റ്റ് ചെയ്യുകയും ആ ലിസ്റ്റ് ചെയ്യുന്ന ചലഞ്ചസിനെ ഒന്ന് പ്രയോറിറ്റൈസ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഈ 3 ഗ്രൂപ്പുകളും വ്യത്യസ്തമായി ചെയ്യണം എന്നുള്ളതാണ് മുന്നോട്ട് വെക്കാനുള്ളത്. ഈ ലിസ്റ്റ് ചെയ്യപ്പെടുന്ന, ഞാനൊരു ഗൂഗിൾ ഷീറ്റ് നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. ആ ലിങ്കിൽ നമ്മൾ ഗ്രൂപ്പിൽ ആളുകൾ ഒന്നിരിക്കുകയും പ്രശ്നങ്ങളൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യുകയും അതൊന്ന് ലിസ്റ്റ് ചെയ്യുകയും ആ ലിസ്റ്റ് ചെയ്യുന്നതിന് അതിൻ്റെ ഗ്രാവിറ്റി അനുസരിച്ച്, അതിൻ്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ച് 1 മുതൽ 100 വരെയുള്ള സ്കോർ 10, 30, 50 അതിൻ്റെ ആദ്യം ലിസ്റ്റ് ചെയ്യുക, പിന്നീട് സ്കോർ കൊടുക്കുക. അത് നമ്മുടെ ആ ഗൂഗിൾ ഫോമിലേക്ക് അപ്ഡേറ്റ് ചെയ്യുക. ഈ ഒരു എക്സർസൈസ് ചെയ്യണം എന്നുള്ളതാണ് ഒന്നാം ഘട്ടമായിട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ചെയ്യേണ്ടത് ചലഞ്ചസ് എന്തൊക്കെ, ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഈ പറയുന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയുന്ന രീതിയിൽ ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കാൻ. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള പ്രോജക്റ്റ് 1 വർഷം മുമ്പേ അതിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങണമെന്ന് വിചാരിക്കുക. ഈ പറയുന്ന രീതിയിലുള്ള ഒരു GIS അടക്കമുള്ള സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായ ഒരു ഇൻ്റഗ്രേറ്റഡ് പ്ലാൻ താഴെ തട്ടിൽ നിന്ന് ജില്ലാ തലത്തിലേക്ക് വരെ കൊണ്ടുവരാൻ കഴിയുന്ന രീതിയിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയും. അതിൽ ചിലപ്പോൾ നമ്മൾ ഈ 4 വകുപ്പുകൾ മാത്രം പോരാ, മറ്റു പല വകുപ്പുകളും ഈ മേഖലയിൽ ഇപ്പം ഇറിഗേഷനുമായിട്ട് ബന്ധപ്പെട്ട ഇടപെടൽ നടക്കുന്നുണ്ട്. വിവിധ സർക്കാർ പദ്ധതികൾ ഇവിടെ എല്ലാം ഇതേ ഭൂമിയിൽ നടക്കുന്നുണ്ട്. കേരളം ഒരു നഗര കേന്ദ്രീകൃത ഒരു സംസ്ഥാനം, പൂർണ്ണ നഗരമായി ഈ സംസ്ഥാനം മാറാൻ പോകുന്നതിൻ്റെ ഭാഗമായി ഇപ്പം നഗരകാര്യ കമ്മീഷനെ നിയമിച്ചുകൊണ്ട് അവരിപ്പോൾ ഒട്ടേറെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈ ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട അപ്രോച്ച് മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇപ്പോൾ ടൗൺ ആൻഡ് കൺട്രി പ്ലാനിംഗ് എന്ന് പറയുന്നൊരു വിഭാഗം ഇതിനൊക്കെ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഒട്ടേറെ വകുപ്പുകൾ 1-2 തവണ ഇരിക്കുകയും കുറേ ഡാറ്റ കളക്ഷൻ തീരുമാനിക്കുകയും കുറച്ച് ബ്രെയിൻ സ്റ്റോമിംഗ് നടത്തുകയും ചെയ്തിട്ട് നല്ലൊരു പ്ലാൻ ഉണ്ടാക്കുന്നതിനെ പറ്റി നല്ലൊരു ഹോംവർക്ക് നടത്തിയതിന് ശേഷം അടുത്ത വർഷത്തെ പ്ലാനിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് തീരുമാനിക്കാനുള്ള അധികാരവും വിഭവവും എല്ലാം ഇപ്പം ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ DPC തീരുമാനിച്ചു കഴിഞ്ഞാൽ നടക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഒരു ജില്ലയിലെ ഞാൻ പറയുന്ന ഈ വിവിധ വകുപ്പുകളുടെ പ്രധാനപ്പെട്ട ആളുകൾ ഇരുന്നു കൊണ്ട് തീരുമാനിച്ചാൽ നടക്കാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. സമാനമായി ഒട്ടേറെ ഇടപെടലുകൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ വിവിധ പദ്ധതികളുടെ ഭാഗമായി ആവിഷ്കരിച്ച് നടപ്പാക്കപ്പെടുന്നുണ്ട്. അതിൽ തന്നെ ഇപ്പോൾ ഹരിത കേരള മിഷൻ എന്ന് പറഞ്ഞൊരു മിഷൻ ഇതൊക്കെ കുറച്ചൊക്കെ നടപ്പാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ച് കുറേയൊക്കെ നടപ്പാക്കാൻ, ഒട്ടേറെ നദികൾ വീണ്ടെടുക്കാൻ വേണ്ടി, ഒട്ടേറെ നീർച്ചാലുകൾ വീണ്ടെടുക്കാനൊക്കെ
10,000-ഓളം മിയാവാക്കി വനങ്ങൾ സ്ഥാപിക്കുക അടക്കമുള്ള ഒട്ടേറെ ഇടപെടലുകൾ അവർ നടത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഒട്ടേറെ ഏജൻസികൾ ഈ മേഖലയിൽ ഇടപെടുന്നുണ്ട്. അവരുടെ അടക്കം ആളുകളെ ജില്ലാതലത്തിലാണ് ഇതെല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ പഞ്ചായത്ത് തലത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഇത്തരം ആളുകളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഒരു ടെക്നിക്കൽ നോഹൗ ഉപയോഗിച്ചുകൊണ്ട് ഒരുപക്ഷെ ജനപ്രതിനിധികൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസോ അല്ലെ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസോ അതിൻ്റെ ഒരു ടെക്നിക്കൽ നോഹവോ നമ്മുടെ ജനപ്രതിനിധികൾക്കില്ല. പക്ഷേ നമ്മൾ ഈ ആശയം കൃത്യമായി അവരിലേക്ക് സന്നിവേശിപ്പിച്ചു കഴിഞ്ഞാൽ എന്ത് എഫർട്ടും എടുക്കാൻ അത് അവർ തയ്യാറാണ്. പ്രാദേശിക തലത്തിൽ ജില്ലാ പഞ്ചായത്തായാലും ബ്ലോക്ക് പഞ്ചായത്തായാലും ഗ്രാമപഞ്ചായത്തായാലും മുനിസിപ്പാലിറ്റി ആയാലും കോർപ്പറേഷൻ ആയാലും അവർ ജനപ്രതിനിധി തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ പ്രായോഗികമായി നമ്മുടെ തലത്തിൽ ചെയ്യാവുന്നതാണ്. പ്രശ്നം ഗൗരവമാണ്. നമ്മുടെ മുമ്പിൽ വരാൻ പോകുന്ന മാസങ്ങളിലടക്കം നമ്മൾ നേരിടാൻ പോകുന്നത് ഈ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ചലഞ്ചസ് നമ്മുടെ എല്ലാ പ്രദേശങ്ങളിലും വളരെ രൂക്ഷമായി വരാൻ പോവുകയാണ്. ഏറ്റവും അടിസ്ഥാനപരമായി ഓരോ വർഷവും ഉണ്ടാകുന്ന ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഇപ്പം ക്രോപ്പ് ഡാമേജ് ആയാലും ഈ പറയുന്ന രീതിയിലുള്ള ഈ റെസ്ക്യൂ പ്ലാൻ ആയാലും മൃഗങ്ങളെയൊക്കെ തന്നെ റെസ്ക്യൂ ചെയ്ത് മാറ്റുന്ന പ്ലാൻ ആയാലും കൃത്യമായിട്ടൊരു പ്ലാനും അതിനുള്ളൊരു മുന്നൊരുക്കവും എല്ലാ ജില്ലകളിലും നടന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ നടക്കണമെങ്കിൽ അതിന് മുൻകൈ എടുക്കേണ്ട അതിൻ്റെ നോഹവുള്ള ആൾക്കാർ നമ്മളാണ്. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഓരോ പ്രദേശത്തും എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട്, പോളിടെക്നിക് കോളേജുകളുണ്ട്, യൂണിവേഴ്സിറ്റികളുണ്ട്. ഇവരുടെയൊക്കെ തന്നെ സഹായം നമുക്ക് ജില്ലാതലത്തിൽ ഏകോപിപ്പിക്കാൻ വേണ്ടി കഴിയും. ഇത്തരത്തിലുള്ളൊരു മൾട്ടി ഡിസിപ്ലിനറി ടീമിനെ നമുക്ക് ജില്ലാതലത്തിൽ ഫോം ചെയ്യാൻ കഴിഞ്ഞാൽ കൃത്യമായും ഒരു ആക്ഷൻ പ്ലാൻ അല്ലെങ്കിൽ ഒരു നല്ല പ്രോജക്റ്റ് ജില്ലാതലത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി കഴിയും. ഇതിനൊക്കെയുള്ള എല്ലാ അധികാരവുമുള്ള ആളുകളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. ആ ഒരു കൺസെപ്റ്റിൽ നമ്മുടെ ഇങ്ങനെയൊക്കെ ഇത് നടപ്പാക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തൊക്കെ ചലഞ്ചസ് ആണ് എന്നുള്ളത് ഓരോ ഗ്രൂപ്പും ചർച്ച ചെയ്ത് ലിസ്റ്റ് ചെയ്യുകയും അതിലൊരു മാർക്ക് കൊടുക്കുകയും ചെയ്യുക. അത് നമ്മുടെ ഈ ഫോമിലേക്ക് എൻ്റർ ചെയ്യുക. ഇന്നത്തെ എക്സർസൈസ് ഇവിടെ കൊണ്ട് അവസാനിക്കും എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ഒരു 6 മണിയോടുകൂടി ചുക്ക് കാപ്പിയും ബിസ്ക്കറ്റും ഒക്കെ എത്തും. അതുവരെയുള്ള സമയമുണ്ട്. അപ്പം ഈ ഒരു എക്സർസൈസ് ചെയ്ത് ആ ഗൂഗിൾ ഫോമിലേക്ക് ഈ കാര്യങ്ങൾ എൻ്റർ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ലോ പ്രൈസ്ഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് നമ്മുടെ മാർക്കറ്റിലുണ്ട്. അപ്പോൾ ഒരു പ്രോജക്റ്റ് ഒക്കെ ഡിസൈൻ ചെയ്ത് അതിൻ്റെ ഇൻപുട്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വെച്ച് നോക്കി അതിൻ്റെ ഒരു പ്രോഫിറ്റ് മാർക്കറ്റൊന്നും നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് പല കർഷകരും ഈ പരിപാടിക്ക് വരില്ല. പിന്നെ നമുക്ക് പഞ്ചായത്തിൻ്റെ പ്രോജക്റ്റായി വെച്ച് ഒരു പ്രോജക്റ്റ് നടപ്പിലാക്കി എന്ന് പറയാം. അങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ച് തയ്യാറാക്കാം. അതോ റിയലിസ്റ്റിക് ആയിട്ടാണോ പോകുന്നത് എന്നുള്ളതാണ്. ഈ ഞാൻ മുമ്പ് സൂചിപ്പിച്ച കാപ്കോ എന്ന് പറയുന്ന കമ്പനി അത് രൂപീകരിച്ചിരിക്കുന്നത് ഈ ഒരു പ്രശ്നം അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫാർമേഴ്സിനെ ഇപ്പം ലോക്കൽ ലെവലിൽ സംഘടിപ്പിക്കാനും പിന്നെ ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻസ് രൂപീകരിക്കാനും ഇതെല്ലാം തുടക്ക സ്റ്റേജിലേ ആയിട്ടുള്ളൂ. ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ അങ്ങനെയല്ല. നമുക്ക് 95% ഓഫ് ദ ഫുഡ് പ്രോഡക്ട്സ് ആർ കമ്മിങ് ഫ്രം ഔട്ട്സൈഡ് സ്റ്റേറ്റ്. നമ്മുടെ പ്രൊഡക്ഷൻ ഒന്നും അടുത്ത കാലത്തൊന്നും ഡിമാൻഡിനനുസരിച്ച് എത്തില്ല. അപ്പോൾ ഇത് ചെയ്യുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞു വരുന്നു. ഇനി വല്ല കമ്പനികളെല്ലാം ചെയ്താലായി, എന്നാലും ആ ലാൻഡും സൂട്ടബിൾ അല്ലാതായി മാറുകയാണ്. പല രീതിയിലും ഒരു പ്രൈമറി അഗ്രികൾച്ചർ ഇവിടെ ലോസിലേക്ക് എത്തും. അപ്പോൾ നമ്മൾ ഒരു പ്രോജക്റ്റ് എഴുതുമ്പോൾ ലാഭകരമായിട്ടുള്ള പ്രോജക്റ്റായിട്ടേ എഴുതാൻ പറ്റുള്ളൂ. അതിനകത്ത് എന്തെങ്കിലും എഴുതേണ്ടി വരും. പിന്നെ ഞാൻ തന്നെ സൂചിപ്പിച്ചു, ഈ വിഷയം അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വേൾഡ് ബാങ്കിൻ്റെ അസിസ്റ്റൻസോട് കൂടിയുള്ള ഒരു പദ്ധതി വാല്യൂ അഡീഷനിലൂടെ ഈ പറയുന്ന കർഷകരുടെ ഉൽപ്പന്നങ്ങൾ വലിയൊരു അടിസ്ഥാന കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർപ്ലസ് ആയിട്ടുള്ള ഇപ്പം പാലിൻ്റെ മാർക്കറ്റ് ഇപ്പം നിന്നു പോകുന്നത് വീട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന അധികമായിട്ടുള്ള പാല് എപ്പോൾ വേണമെങ്കിലും വിൽക്കാൻ കഴിയുന്ന അധികമുള്ള പാല് മുഴുവൻ വേണ്ടത്ര വില കിട്ടുന്നില്ലെങ്കിൽ പോലും വിൽക്കാൻ കഴിയുന്ന ഒരു മാർക്കറ്റ് ചെയിൻ ആൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന രീതിയിലുള്ള ഈ പ്രൈമറി അപ്കോസ് സൊസൈറ്റികൾ വഴി. അതുകൊണ്ട് തന്നെ വീട്ടാവശ്യം കഴിഞ്ഞുള്ള എല്ലാ പാലും വിൽക്കാനും വേണ്ടത്ര വില കിട്ടുന്നില്ല എന്നുള്ള പ്രശ്നം അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഒരു മാർക്കറ്റുണ്ട്. പണ്ടൊക്കെ ആണെങ്കിൽ അധികമുള്ളത് എടുത്ത് ഒഴുക്കി കളയുമായിരുന്നു. അധികം ഉൽപ്പാദിപ്പിക്കുകയും അത് വാങ്ങാൻ ആളില്ലാതാവും. ഈ പെരിഷബിളായിട്ടുള്ള അഗ്രികൾച്ചർ പ്രോഡക്ട്സ് അടക്കം സമാനമായ രീതിയിൽ ലോക്കൽ ലെവലിൽ സംഭരിക്കാനും അതിനെ വാല്യൂ അഡീഷൻ നൽകാനും അങ്ങനെ കൃഷിക്കാർക്ക് ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള മാർക്കറ്റ് ഉണ്ടാക്കിക്കൊണ്ട് കൂടുതൽ ആൾക്കാരെ കൃഷിയിലേക്ക് കൊണ്ടുവരാനും ഒക്കെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ പദ്ധതി തുടങ്ങിയിരിക്കുന്നത്. അതൊക്കെ വിജയിക്കണമെങ്കിൽ ഞാൻ സൂചിപ്പിച്ചത് ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ ഞാൻ ആദ്യം തൊട്ട് ചോദിച്ചു. ഇൻ്റഗ്രേറ്റഡ് വാട്ടർഷെഡ് ഡെവലപ്മെന്റ് മാസ്റ്റർ പ്ലാൻ അതൊക്കെ അതിൻ്റെ ലക്ഷ്യങ്ങളൊക്കെ വളരെ കൃത്യമാണ്. അത് ചെയ്തിരുന്നെങ്കിൽ നമ്മൾ പല ഈ പറയുന്ന പിന്നെ ഉരുൾപൊട്ടലും ഒക്കെ തന്നെ ഉണ്ടാവത്തില്ല. 1950കളിൽ പ്രസിദ്ധീകരിച്ച ISIയുടെ സോയിൽ സംബന്ധിച്ചിട്ടുള്ള പിന്നെ ക്ലാസിഫിക്കേഷനുണ്ട്. അതിൽ 60 ഡിഗ്രി
45 ഡിഗ്രി ഓരോ ചരിവുള്ള സോയിലിൽ എന്തൊക്കെ ചെയ്യാം. ഹ്യൂമൻ ഇൻ്റർവെൻഷൻ പോലും പാടില്ല എന്നാണ് അന്ന് ISI ക്ലാസിഫൈ ചെയ്തിരുന്നത്. പക്ഷേ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ കൊണ്ട് നമ്മൾ അതിലേക്കൊക്കെ പോയി. നമ്മൾ ഒറ്റ കാര്യത്തിൽ എങ്കിലും ഇപ്പം ഇന്ന് പ്രായോഗികമായി ചർച്ച ചെയ്യാൻ ഈ വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് നമ്മൾ പ്ലാനിംഗ് ബോർഡിൻ്റെ കക്ഷികളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഉയർത്തണം ഈ വിഷയം. ഒരു വിഷയത്തിൽ കേന്ദ്രീകരിച്ച് ഇപ്പം എല്ലാ കാര്യങ്ങളും എടുക്കേണ്ടതില്ല. ഡിസാസ്റ്റർ ഉണ്ടാവും, എന്തായാലും ഡിസാസ്റ്റർ ഉണ്ടാവും സമീപ ഭാവിയിൽ. അതിന് അന്നേരം ആ സമയത്ത് ഫാർമേഴ്സിനെ തൽക്കാലമെങ്കിലും ഇപ്പം റെസ്ക്യൂ പ്ലാൻ ഉണ്ടാവണം. ഈ പറയുന്ന രീതിയിൽ ഐസൊലേറ്റ് ചെയ്യപ്പെടുന്ന അനിമൽസിനുള്ള ഫുഡ് സ്റ്റോക്ക് പൈൽ ചെയ്യണം. ഇങ്ങനൊക്കെ ഒട്ടേറെ കാര്യങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യേണ്ടതുണ്ട്. ആ ഒരു കാര്യത്തിലെങ്കിലും കേന്ദ്രീകരിച്ചെങ്കിലും ഒരു എന്തൊക്കെ ചെയ്യാൻ കഴിയും. അങ്ങനെ ചെയ്യാൻ തുടങ്ങുമ്പോഴുള്ള പ്രശ്നമാണ് ഞാൻ സൂചിപ്പിച്ചത്. വിവിധ വകുപ്പുകൾ ഏകോപിപ്പിച്ച് പ്രവർത്തിപ്പിക്കുന്നതിന് നിലവിലുള്ള തടസ്സങ്ങൾ എന്തൊക്കെ. ഏകോപിപ്പിക്കണം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഡിപ്പാർട്ട്മെന്റ് രീതിയിലാണ് എല്ലാ പ്രവർത്തനങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത്. പരസ്പരം ഒരു ഇന്റഗ്രേഷൻ ഇല്ല എന്ന പ്രശ്നം നിൽപ്പുണ്ട്. ഇന്റഗ്രേഷനാണ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത്. ഈ ഇന്റഗ്രേഷനുള്ള തടസ്സങ്ങൾ എന്തൊക്കെയാണ്, ആ തടസ്സങ്ങൾ ലിസ്റ്റ് ചെയ്യുകയും ആ തടസ്സങ്ങൾക്കുള്ള ഗ്രാവിറ്റിക്ക് അനുസരിച്ച് അതിന് സ്കോർ ചെയ്യും. ഈ 2 കാര്യങ്ങൾ ഇപ്പോൾ ചെയ്താൽ മതി. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോവുകയും ഈ ചർച്ചയുടെ ഭാഗമായി ഈ നിങ്ങൾ ഇപ്പോൾ ഉയർത്തിയിട്ടുള്ള ഡോക്ടർ രവികുമാർ മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രശ്നങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് തയ്യാറാക്കി ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്ലാനിംഗ് ബോർഡുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് മുമ്പിൽ നമ്മുടെ ഒരു ഫീഡ്ബാക്ക് ആൻഡ് റിഫ്ലക്ഷൻ വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് റിവ്യൂ സെഷൻ 9-ാം തീയതി 4 മുതൽ 6 മണി വരെ റിവ്യൂ സെഷൻ വെച്ചിരുന്നത് നമ്മുടെ അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് ഡിവിഷന്റെ ചീഫായിട്ടുള്ള നാഗേഷ് എസ്.എസും പിന്നീട് സ്ട്രാറ്റജിക് പ്ലാനിംഗ് ആൻഡ് ബഡ്ജറ്റിംഗ് ഞാൻ സൂചിപ്പിച്ചതിൽ ഈ ഒരു പഞ്ചവത്സര പദ്ധതിക്കൊക്കെ ഉള്ള ഒരു ഗൈഡ് ലൈനകത്ത് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നമ്മൾ പഞ്ചവത്സര പദ്ധതിയുടെ ഗൈഡ് ലൈൻ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഈ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ എന്ന ലക്ഷ്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ താഴെത്തട്ടിലേക്ക് വരുന്ന പ്രോജക്റ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ ലക്ഷ്യത്തിലേക്ക് എത്തുന്നില്ല. ഈ പ്രശ്നം അതുകൊണ്ട് തന്നെ എന്താണ് ഇതിനെ എങ്ങനെയായിരിക്കണം ഈ നമ്മുടെ ബഡ്ജറ്റിങ്ങും പ്ലാനിങ്ങും ഒക്കെ താഴെത്തട്ടിൽ നടക്കണമെന്നുള്ളൊരു വിഷയം 10-ാം തീയതി 10 മുതൽ 1 മണി വരെ വെച്ചിട്ടുണ്ട്. അത് ഡോക്ടർ ജിജു പി അലക്സ് പ്ലാനിംഗ് ബോർഡ് മെമ്പറാണ്. ഇപ്പോൾ ഇവർ തമ്മിൽ ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത് തമ്മിൽ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട്. അവരുടെ ഒരു ജിജു പി അലക്സിന് മറ്റൊരു മീറ്റിംഗ് അർജന്റായി വന്നതുകൊണ്ട് 9-ാം തീയതി 4 മണി മുതൽ 6 മണി വരെ ഈ പറയുന്ന ഈ റിഫ്ലക്ഷൻസ് ആൻഡ് ഫീഡ്ബാക്ക്, പ്രത്യേകിച്ചും ഈ ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ചിനുള്ള തടസ്സങ്ങൾ എന്തൊക്കെയെന്നുള്ള വിഷയങ്ങൾ നിങ്ങൾ ചർച്ച ചെയ്ത് അവതരിപ്പിക്കുമ്പം അതുമായിട്ട് പ്രതികരിക്കുന്നത് ഡോക്ടർ ജിജു പി അലക്സ് ആയിരിക്കും. സ്ട്രാറ്റജിക് പ്ലാനിംഗ് ആൻഡ് ബഡ്ജറ്റിംഗ് നമ്മുടെ ഈ ഒരു കൺസെപ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഒട്ടേറെ പദ്ധതികൾ പല സ്ട്രീമിൽ നിന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും അതോടൊപ്പം തന്നെ പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായിട്ടൊക്കെ ഒട്ടേറെ ഇടപെടലുകൾ വരുന്നുണ്ട്. അവിടെ എങ്ങനെയായിരിക്കണം നമ്മുടെ ഒരു കൺട്രോളിലുള്ള റിസോഴ്സസിനെ പ്ലാൻ ചെയ്യുകയും ബഡ്ജറ്റ് ചെയ്യണം എങ്ങനെയായിരിക്കണം എന്ന വിഷയത്തിൽ ഈ പ്ലാനിംഗ് ബോർഡ് അഗ്രികൾച്ചർ ഡിവിഷൻ്റെ ചീഫ് നാഗേഷ് എസ്.എസ് ആയിരിക്കും ക്ലാസ് എടുക്കുന്നത്. ഇങ്ങനെ ഒരു ചെറിയ ചേഞ്ച് ഉണ്ട്. അപ്പം നമ്മൾ ഈ ഒരു എക്സർസൈസ് ഈ ഓരോ ഗ്രൂപ്പും ഫലപ്രദമായി നടത്തുക, ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ പ്രശ്നങ്ങളും കൃത്യമായി ലിസ്റ്റ് ചെയ്യുക. അവിടെ നമുക്ക് സൊല്യൂഷൻസ് എന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് അവതരിപ്പിക്കാം. ഈ ഒരു അവതരണം 9-ാം തീയതി വൈകുന്നേരം 4 മണി തൊട്ട് 6 മണി വരെ നടത്താം. സർ, ഒരു ഡൗട്ട് കൂടി. ഇത് നമ്മൾ ഈ ഡിസാസ്റ്റർ മിറ്റിഗേഷൻ വരുന്നത് കണ്ടിൻജൻസി ഫണ്ട് ഉപയോഗിച്ചല്ലേ, കൺസോളിഡേറ്റഡ് ഫണ്ട് എന്നല്ല. അപ്പോൾ നമ്മുടെ പഞ്ചായത്തിലെ സ്കീംസ് എല്ലാം വയ്ക്കുന്നത് കൺസോളിഡേറ്റഡ് ഫണ്ട് അല്ലെങ്കിൽ നമ്മുടെ പ്ലാൻ ഫണ്ട്സ് എന്നാണ് വരുന്നത്. അപ്പോൾ കണ്ടിൻജൻസി ഫണ്ട് മീറ്റ് ചെയ്യുന്നതാണോ ഇത് ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് വരുന്ന അതിലേക്കായിരിക്കും എനിക്ക് തോന്നുന്നത്. അല്ല, അതൊരു കൺസ്ട്രെയിന്റ് ആണെങ്കിൽ അത് നാളെ അവതരിപ്പിക്കണം. കൺസ്ട്രെയിന്റ് അതാണ് എങ്കിൽ നമുക്ക് നമ്മുടെ പ്രശ്നം നമ്മുടെ മുമ്പിലുണ്ട്, ചലഞ്ചസ് നമ്മുടെ മുമ്പിലുണ്ട്. പരിഹാരം സംബന്ധിച്ച് വരുമ്പോഴാണ് ഇതിലേക്ക് വരുന്നത്. അതൊരു ചലഞ്ചായിട്ട് പറയാം. അത് മാത്രമല്ല, വെനെവർ ദർ ഇസ് എ ഡിസാസ്റ്റർ അതിന്റെ ഇമ്പാക്ട് അധികം വരുന്ന വിമണിനായിരിക്കും. അതെ, അപ്പോൾ വിമൺ ഓറിയന്റഡ് സ്കീംസ് ആയിരിക്കും കുറച്ചും കൂടി. പഞ്ചായത്തിലൊരു വനിതാ ഘടക പദ്ധതി ചെലവാകാത്ത കുറെ പണം ഇരിക്കുന്നുണ്ട്. അപ്പൊ അതുമായി ലിങ്ക് ചെയ്ത് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് തോന്നുന്നു. യെസ്. അപ്പം ഇന്ന് ഈ ചലഞ്ചസ് കൃത്യമായിട്ടും ഒന്ന് ലിസ്റ്റ് ചെയ്യുകയും ഈ ഗൂഗിൾ ഫോമിൽ ഒന്ന് എൻ്റർ ചെയ്യുകയും ചെയ്യണം. നമുക്ക് 3 ഗ്രൂപ്പുകളായിട്ട് തിരിയാം.